ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മിക്കവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് ഒന്ന് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാരിക്ക് ബ്ലൗസാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. ബ്ലൗസ് കംഫർട്ട് അല്ലെങ്കിൽ നമുക്ക് ആ സാരിക്കകത്ത് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ആ ബ്ലൗസിൻ്റെ ഭംഗിയാണ് കൂടുതലും നമ്മുടെ സാരിക്ക് ഭംഗി കൊടുക്കുന്നത്. നമ്മുടെ ബോഡിയുടെ ഷേപ്പ് തന്നെ ആ ഒരു എന്താ പറയുക, കൂടുതലും ബ്ലൗസ് ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ ബ്ലൗസ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബ്ലൗസിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരുമായിരിക്കും, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയ പ്രശ്നങ്ങൾ, അതായത് കഴുത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് പറയുന്നത്. കഴുത്ത് ചിലപ്പോൾ ലൂസാവുകയോ അതല്ല വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് ഇങ്ങനെ ഇടിഞ്ഞു പോവുകയോ കഴുത്തിന് ഇറക്കം കൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം തടി ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇത്തിരി ക്ഷീണിക്കുക അല്ലെങ്കിൽ വണ്ണം കുറയുമ്പോഴത്തേക്കൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ്. അപ്പോൾ ആ നെക്കിലാണത് കൂടുതലും കാണുന്നത്. ആ നെക്കിന് ഒന്നെങ്കിൽ അത് ഭയങ്കരമായിട്ട് ലൂസായി കിടക്കുക, എല്ലാം കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ മാത്രം, നെക്കെന്ന് പറയുന്ന മെയിനാണ്, അത് കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ സാരിയിൽ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോബ്ലംസിന് കുറച്ച് ടിപ്സാണ്. അപ്പം മിക്കവർക്കും അറിയായിരിക്കും, ഒന്നുകൂടെ പറയുകയാണ്, അറിയാത്തവർക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് സാരി ഉടുക്കുമ്പോൾ കാണുന്നൊരു പോർഷനാണ്. അപ്പോൾ നെക്ക് ലൂസാണെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നെക്കിന് ഇറക്ക കൂടുതലാണെങ്കിലോ ഒക്കെ ചെയ്യേണ്ടത് ഇവിടുന്ന് മീതേക്കുള്ള പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ സാരി ഉടുക്കുമ്പോൾ കാണുന്നൊരു പോർഷനാണ്. അപ്പം നമ്മൾ ഈ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ സാരി ഉടുക്കുമ്പോഴത്തേക്ക് കാണാത്ത ഈ ഇത്രയും ഒരു ഏരിയ ആയിരിക്കും സാരി ഉടുക്കുമ്പോൾ നമ്മൾ കാണാണ്ട് പോകുന്നത്, അതായത് സാരിയുടെ ഉള്ളിലായിട്ട് പോകുന്നത്. ആ ഒരു പോർഷനിലാണ് നമ്മൾ ഈ ഒരു സാധനം ചെയ്യാനായിട്ട് പോകുന്നത്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതാ ഈ ഒരു ടക്സ്, ഇപ്പം നോർമലായിട്ട് ബ്ലൗസിന് 3 ടക്സ് അല്ലെങ്കിൽ 4 ടക്സ് ഉണ്ടായിരിക്കും. ടക്സ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. 3 ഇടുന്നവരും ഉണ്ടാകും, 4 ഇടുന്നവരും ഉണ്ടാകും. അപ്പോൾ ആ ടക്സിൻ്റെ അവിടെ, അതിപ്പം നമ്മൾ ടക്സ് എളുപ്പത്തിലിടാനായിട്ടുള്ളൊരു മെത്തേഡ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. അധികം വലിയ ഇതൊന്നും അല്ല കേട്ടോ. ആ ടക്സ് ഇടുന്ന പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. ആ ഒരു ടക്സ് നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്ക് ബാക്കി 2 ടക്സ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അളവിൻ്റെ ഒന്നും കാര്യമില്ല. അതേപോലെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം ഇടുന്ന ആ ഒരു ടക്സ് ഉണ്ടല്ലോ, ആ ടക്സിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ടക്സിലേക്കും അത് ഇതാക്കണ്ട, ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ ആ ടക്സിനകത്തേക്കുള്ള ആ ഒരു മടക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്, കണ്ടല്ലോ. അപ്പോൾ ആ ഒരു മടക്കിൻ്റെ അവിടെ ഇപ്പം നമുക്ക് 1/2 ഇഞ്ച് വേണമെങ്കിൽ 1/2 ഇഞ്ച്, 1/4 ഇഞ്ച് മതിയെങ്കിൽ 1/4 ഇഞ്ച്, അത് നമ്മുടെ ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഒരുപാട് ലൂസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, 1/2 ഇഞ്ച് മതിയെങ്കിൽ 1/2 ഇഞ്ച്, അല്ലെ 1/4 ഇഞ്ച്, 1 ഇഞ്ച് കൊടുക്കണേ, അങ്ങനെ നമ്മുടെ ആ ഒരു ലൂസ് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ടക്സിൻ്റെ നീളം എന്ന് പറയുന്നത് 1.5 ഇഞ്ച് ഇറക്കത്തിന് വേണം ടക്സ് കൊടുക്കാൻ. നമ്മൾ എല്ലാ ടക്സും 1.5 ഇഞ്ചിനാണ്. അപ്പോൾ അതാ ഇവിടുന്ന് നമ്മുടെ ആ ഒരു വീതി കണക്കാക്കിയിട്ട് നമുക്ക് എത്രത്തോളം ലൂസ് ഉണ്ടോ ആ ലൂസ് എന്നുവെച്ചാൽ നമുക്കറിയാമല്ലോ, അത് എത്ര വെച്ചാലും നമുക്ക് ടൈറ്റ് ആകുക. ചെറിയ ലൂസൊക്കെ ഉള്ളെങ്കിൽ ഒരു 1/4 ഇഞ്ച് കൊടുത്താൽ മതി. 1/4 ഇഞ്ച് ഒരു സൈഡിൽ കൊടുക്കുമ്പോൾ മൊത്തത്തിൽ കാലും വന്ന് അര വന്ന് പിന്നെ അത് 1 ഇഞ്ചോളം ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മളൊന്ന് കൊടുക്കുക. അതാ ഇങ്ങനെ നമ്മൾ സാധാരണ ടക്സിന് കൊടുക്കുന്ന പോലെ തന്നെ പോയിൻ്റ് ഔട്ട് ഇങ്ങോട്ടേക്ക് ചെയ്ത് 1.5 ഇഞ്ച് ഇറക്കത്തിന് നമ്മളതൊന്ന് ടക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇടുമ്പോഴത്തേക്ക് അത് 2 സൈഡിലും, ഇപ്പം തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്കും അത് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് കൈത്തയ്യൽ വെച്ചിട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ തയ്യൽ മെഷീൻ ഇല്ല എന്ന് ഓർത്തിട്ട് വിഷമിക്കേണ്ട. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 സൈഡിലും ഒരേ രീതിയിൽ വേണം ആ ഒരു ടക്സ് ഇടാനായിട്ട്. നമ്മൾ അതല്ല വെച്ചാൽ ഒരു ഏങ്കൂണി പോകുന്ന അത് ഭയങ്കര ബോറായിട്ട് പോകും. അപ്പോൾ ഒന്നെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് പിടിച്ച് വെച്ച് നോക്കുക, അല്ല ഇപ്പം നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കറക്റ്റ് വെച്ചിട്ട് നമ്മളൊന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടക്സിൻ്റെ ആ ഒരു ഇത് കിട്ടും കേട്ടോ. ഇതേപോലെ ഏകദേശം നമുക്കത് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ടക്സ് ഒന്ന് ഇതാക്കി എടുക്കാം. അപ്പോൾ അവിടെ നമ്മളൊന്നും കൂടെ ടക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം അത്യാവശ്യം ഇറക്ക കൂടുതലോ ഭയങ്കര ലൂസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്നത്
നമുക്ക് വണ്ണം കുറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുക, മുകളിലത്തെ ആ ഒരു ഹുക്കിൻ്റെ അവിടെ നമ്മൾ എന്താ കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ട് പിന്ന് ചെയ്യുക. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്താ ഹുക്കിൻ്റെ അവിടെ അവരുടെ ബ്ലൗസൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ഒരു 5-6 പിന്നൊക്കെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറ്റി വെച്ചിട്ട് അവരൊന്ന് പിന്ന്, ഇവിടെ ഓൾറെഡി പിന്നുണ്ടാകും, ആ പിന്നിനകത്തേക്കൊക്കെ ആയിരിക്കും അവരതൊന്ന് സെക്യൂർ ചെയ്തൊക്കെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. അതിന് പകരം ഇവിടെയായിട്ട് ഒരു പടി പോലെ നമുക്കൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് ആ ഹുക്ക് നമുക്ക് കറക്റ്റ് ചെയ്തിടാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതല്ലെങ്കിൽ ഒരുപാടൊക്കെ ബോഡിക്ക് ലൂസ് ഉണ്ടെങ്കിൽ നമ്മൾ സൈഡിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു നല്ലൊരു മെത്തേഡ് തന്നെയാണ്. ഒരുപാട് ലൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സൈഡിൽ കറക്റ്റ് ചെയ്തിട്ട് ആ വണ്ണം നമ്മൾ നോർമലി നമ്മുടെ സൈഡ് നമ്മൾ ഷേപ്പിന് അടിക്കില്ല, അതേപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ എന്താ പറയുക, നമുക്ക് ആ അടിവശത്തേക്ക് നമുക്ക് മിക്കവർക്കും ഒരു ലൂസ് ഉണ്ടാകും. അങ്ങനെ ലൂസ് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും ലൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും അവിടെയും ഇതേപോലുള്ള ഈ സേഫ്റ്റി പിന്നിൻ്റെ പരിപാടിയാണ് കൂടുതലും നടക്കുന്നത്. സേഫ്റ്റി പിന്ന് ഇങ്ങോട്ടേക്കൊക്കെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വലിച്ച് പിടിച്ച് കുത്തുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അവിടെയും നമുക്കൊരു പടി വെച്ച് കൊടുക്കാം. പിന്നെ അതല്ല വെച്ചാൽ ഒരുപാടൊക്കെ ലൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ ബ്ലൗസിന് 2 ടക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു എങ്കോണിപ്പില്ലാണ്ട് അടിപൊളിയായിട്ട് നമുക്കിരിക്കും. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. അപ്പം ഇവിടെയായിട്ട് നമുക്ക് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു പടി പീസ്. അതല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനം, ഈ ഒരു പടി പീസ് ഇതേപോലെ നമുക്കൊന്ന് കുറച്ച് വീതിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാലും നമുക്കൊന്ന് കംഫർട്ടായിട്ട് നമുക്കിരിക്കും. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക പിന്നൊക്കെ കുത്തി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.